ഒരിക്കൽ ഒരു കുറുക്കൻ ആഹാരം തേടി നടക്കുകയായിരുന്നു. കഷ്ടകാലത്തിന് ഒരു ചെറിയ മൃഗം പോലും അവന് ഇരയായി കിട്ടിയില്ല. വിശന്നു വലഞ്ഞ കുറുക്കൻ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കി കൂടുതൽ ദൂരേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ദൂരെ ഒരു ആന ചത്തിക്കിടക്കുന്നത് അവന് കാണുന്നത്. കുറുക്കന് സന്തോഷമായി. കുറെ നാളത്തേക്ക് കുശാലായി. കുറുക്കൻ വേഗം ആനയുടെ ശരീരം കടിച്ചു മുറിച്ച് തിന്നാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുറുക്കന് പ്രശ്നം മനസ്സിലായത്. ആനയുടെ കട്ടിയുള്ള തോൽ കടിച്ചു മുറിക്കാനുള്ള ശക്തി തനിക്കില്ലല്ലോ. ഇനി എന്തു ചെയ്യും? കുറുക്കന് വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് അതുവഴി ഒരു കടുവച്ചാർ കടന്നു പോകുന്നത് കുറുക്കൻ കണ്ടത്. അവൻ ഓടി കടുവച്ചാരുടെ അടുത്തെത്തി. കടുവച്ചേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ഈ ആനയുടെ ഇറച്ചി ഒന്ന് കടിച്ചു മുറിച്ചു തരാമോ? ചേട്ടനും ആനയിറച്ചി കഴിക്കാലോ. കുറുക്കന്റെ ചോദ്യം കടുവച്ചാർക്ക് അത്ര പിടിച്ചില്ല. കടുവച്ചാർ മുരണ്ടുകൊണ്ട് പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോ. എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ വേട്ടയാടി പിടിക്കും. നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഇനി നീ ചോദിച്ചാൽ നിന്നെ ഞാൻ കടിച്ചു കീറുന്നതായിരിക്കും. പാവം കുറുക്കച്ചൻ പേടിച്ചു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിംഹം അതുവഴി വന്നു. കുറുക്കൻ യാതൊരു മടിയും കൂടാതെ സിംഹത്തോടും സഹായം ചോദിച്ചു. കുറുക്കന്റെ അഭ്യർത്ഥന കേട്ട സിംഹം ഗർജിച്ചു. നിനക്കിത്ര ധൈര്യമോ മൃഗരാജാവായ എന്നോട് നിനക്കുള്ള ഭക്ഷണം ശരിയാക്കി തരാൻ പറയാൻ? സിംഹത്തിന്റെ ദേഷ്യം കണ്ട കുറുക്കൻ പേടിച്ചു. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ കുറുക്കൻ ഇരിക്കുമ്പോഴാണ് ഒരു പുള്ളിപ്പുലി അതിലെ വന്നത്. പുലിയെ കണ്ടതും കുറുക്കൻ വിചാരിച്ചു, ഇത് അവസാന അവസരമാണ്. ഈ പുലിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം. കുറുക്കച്ചാർ ഒരു സൂത്രം പ്രയോഗിച്ചു. കുറുക്കൻ പുലിയുടെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ഒരു രഹസ്യം പറയുന്നത് പോലെ പതുക്കെ പറഞ്ഞു, പുലിച്ചേട്ടാ, ഇത് കണ്ടോ? സിംഹരാജൻ കൊന്നിട്ടതാണ് ഈ ആനയെ. എന്നെ കാവലേൽപ്പിച്ചതാണ്. സിംഹരാജൻ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുറെ നേരമാകും. അതിനിടയിൽ ചേട്ടന് വേണമെങ്കിൽ കുറച്ച് കഴിച്ചോളൂ. സിംഹമെന്ന് കേട്ടതും പുലി ഒന്നും അടിച്ചു. അവൻ ചോദിച്ചു, സിംഹമെങ്ങാൻ വന്നു കണ്ടാൽ കുഴപ്പമാകില്ലേ? അതിനെന്താ, സിംഹരാജൻ അകലിൽ നിന്ന് വരുന്നത് കാണുമ്പോഴേക്ക് ഞാൻ പറയാം. അപ്പോൾ ചേട്ടന് ഓടി രക്ഷപ്പെടാമല്ലോ. പുലിച്ചേട്ടനായതുകൊണ്ടാണ് ഞാൻ ഈ സമ്മതിക്കുന്നത്, കുറുക്കൻ പറഞ്ഞു. അതോടെ പുലിക്കും ധൈര്യമായി. അവൻ തന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ആനയുടെ തോൽ കടിച്ചു പൊട്ടിച്ച് പതിയെ തീറ്റ തുടങ്ങി. തനിക്ക് ആവശ്യമുള്ളത്ര തോൽ മുറിഞ്ഞതും കുറുക്കൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പുലിച്ചേട്ടാ ഓടിക്കോ, സിംഹരാജൻ വരുന്നുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി പുലി ജീവനും കൊണ്ടോടി. പുലി സ്ഥലം വിട്ടതും കുറുക്കൻ ആനയുടെ മാംസം ആവശ്യം പോലെ ഭക്ഷിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസത്തേക്ക് കുറുക്കൻ ഭക്ഷണം തേടി അലയേണ്ട ആവശ്യമേ വന്നില്ല.